الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. والمطلقات يتربصن بأنفسهن ثلاثة قروء ولا يحل لهن أن يكتمن ما خلق الله في أرحامهن إن كن يؤمن بالله واليوم الآخر وبعولتهن أحق بردهن في ذلك إن أرادوا إصلاحا ولهن مثل الذي عليهن بالمعروف وللرجال عليهن درجة والله عزيز حكيم. الطلاق مرتان فإمساك بمعروف أو تسريح بإحسان ولا يحل لكم أن تأخذوا مما آتيتموهن شيئا إلا أن يخافا ألا يقيما حدود الله فإن خفتم ألا يقيما حدود الله فلا جناح عليهما فيما افتدت به تلك حدود الله فلا تعتدوها ومن يتعد حدود الله فأولئك هم الظالمون. സൂറത്തുൽ ബഖറ 200 എത്രയാണ്? 28, 29, 227 വരെയുള്ള ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? വിവാഹമോചനം തന്നെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഈലാഹ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ വിരോധിച്ചുകൊണ്ടാണ് അല്ലെ, ഞാൻ ഇനി കാണുകയില്ല, ബന്ധപ്പെടുകയില്ല, പോവുകയില്ല എന്നൊക്കെ പറഞ്ഞ് ശപഥം ചെയ്യുന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അപ്പൊ ആ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, തെറ്റായ കാര്യങ്ങൾ ശപഥം ചെയ്താൽ എന്ത് ചെയ്യണം? ശപഥം ലംഘിക്കണം എന്ന് പറഞ്ഞു. ശപഥ ലംഘനത്തിന് പ്രായശ്ചിത്തമുണ്ട് എന്നും പറഞ്ഞിരുന്നു. നല്ല കുട്ടികളായിട്ട് ആ പ്രായശ്ചിത്തൊക്കെ ഒന്ന് പറയും. എന്തൊക്കെയാണ്? എങ്ങനെ? സത്യം ലംഘിക്കേണ്ടി വന്നാല് എന്തൊക്കെയാ ചെയ്യണ്ടേ? 3 നോമ്പ് പിടിക്കാന്നുള്ള ലാസ്റ്റ് പറയേണ്ടി അല്ലേ? ഏറ്റവും ആദ്യം പറയേണ്ട എന്താണ്? 10 അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുക, ഇല്ലെങ്കിലോ 10 അഗതികൾക്ക് വസ്ത്രം കൊടുക്കുക, ഇല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും കഴിയില്ലെങ്കിൽ 3 നോമ്പെടുക്കുക. അപ്പൊ ഞാന് ഒരു കാര്യത്തിൽ സത്യം ചെയ്താൽ, അത് ഏത് കാര്യമാണ്, ഈ പറഞ്ഞ കാര്യം മാത്രമല്ല, ഈ കാര്യം ഇങ്ങനെ ശപഥം ചെയ്യാൻ പാടില്ല എന്നാണ്. ഞാൻ ഭാര്യയെ കാണുകയില്ല, പോവുകയില്ല, അങ്ങനെ ഒന്നും ശപഥം ചെയ്യാൻ പാടില്ല. ഇനി അഥവാ ഒരാൾ അങ്ങനെ ചെയ്താൽ, പാടില്ലാത്ത കാര്യവും ചിലപ്പോൾ ചെയ്യുമല്ലോ ആൾക്കാർ, അപ്പൊ എന്താ ചെയ്യാ?
അപ്പൊ ചെയ്യാൻ പാടില്ല, അതന്നെ. അല്ല, ചെയ്തു പോയി, ഇനി എന്താ ചെയ്യാ? എന്നോടല്ലേ ചെയ്യാൻ പാടില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ലല്ലോ. അപ്പൊ കുറ്റം ചെയ്തു പോയാൽ എന്ത് ചെയ്തോളണം? അത് ലംഘിക്കണം. അഥവാ അയാൾ അതിൽ നിന്ന് പിന്മാറുന്നില്ലെങ്കിൽ പിന്നെ 4 മാസമാണ് അതിന് അവധിയുള്ളത്. ആ 4 മാസം കഴിഞ്ഞാൽ പെണ്ണിന് കോടതിയെ സമീപിക്കാം. എന്നിട്ട് പറയാം, ഞാനിങ്ങനെ ഒരു കെണിയിൽ പെട്ടിട്ടുണ്ട്, എന്നെ മോചിപ്പിക്കണം എന്ന് പറയാം. അതല്ലാതെ ജാഹിലിയ കാലത്ത് ഈ പുരുഷന്മാരെന്ത് ചെയ്യായിരുന്നു? പെണ്ണിനെ തളച്ചിടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു തലാക്ക് ചെല്ലുന്നുമില്ല, മൊഴി ചെല്ലുന്നില്ല, എന്നാ അതേ സമയത്ത് ഞാൻ പോവില്ല എന്ന് പറയുകയും ചെയ്യാം. അപ്പൊ ഇവളിങ്ങനെ ഒരു മുടങ്ങിക്കഴിയുന്ന ഒരു സാഹചര്യം അള്ളാഹു അതിൽ നിന്ന് പെണ്ണിനെ മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അഥവാ അങ്ങനെ ഒരുത്തം പറഞ്ഞ 4 മാസം, ആ 4 മാസത്തിനുള്ളിൽ അവൻ തിരിച്ചെടുക്കുന്നില്ലെങ്കിൽ പിന്നെ 4 മാസം കഴിഞ്ഞാൽ അവൾക്ക് എന്ത് ചെയ്യാം? ഒഴിഞ്ഞു പോകാം. അങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റൂല എന്നർത്ഥം. ഓക്കെ. അപ്പൊ ആ ശപഥം ലംഘിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രായശ്ചിത്തമാണിത്. ആ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞതാണ്, ഈ ശപഥം എന്നല്ല, ഏത് ശപഥം ചെയ്താലും, ഒരു പ്രതിജ്ഞ ചെയ്താൽ, ഒരു സത്യം ചെയ്താൽ, പിന്നീട് അതിൽ നിന്ന് മാറേണ്ടി വന്നാൽ, ചിലപ്പോൾ അങ്ങനെ മാറേണ്ടി വരും, അത് ഒരു നഷ്ടമാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു അപകടമാണെന്നോ അല്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മാറേണ്ടി വന്നാൽ മാറാം. പക്ഷെ അപ്പോൾ എന്ത് ചെയ്യണം? പ്രായശ്ചിത്തം കൊടുക്കണം. ആ പ്രായശ്ചിത്തം ഇങ്ങനെയാണ്: 10 അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുക, അധികം മുന്തിയതോ അധികം താണതോ അല്ലാത്ത വസ്ത്രം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ 3 ദിവസം നോമ്പെടുക്കുക. ശരി, ഇത് ആണ്. അതൊരു വളഞ്ഞ വഴിയിലുള്ള ഒരു തലാഖ് അല്ലെ. ഇനി ശരിക്കും ഉള്ളതിലേക്ക് പോവാണ്. അതെന്താണെന്ന് വെച്ചാൽ, വൽ മുത്തല്ലഖാത്ത്. മുത്തല്ലഖ എന്ന് പറഞ്ഞാൽ വിവാഹമോചിത. മുത്തല്ലഖാത്ത്, വിവാഹമോചിതകൾ. അങ്ങനെ ത്വലാഖ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. തലാഖ് എന്ന് പറഞ്ഞാൽ വിടുതൽ നൽകുക, അല്ലെ? അൻതുമുത്തലഖാ എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ എല്ലാവരും പോയിക്കോളൂ, എല്ലാവരെയും വിട്ടയച്ചിരിക്കുന്നു. അതൊരു നല്ല വാക്കായിരുന്നു. മക്ക വിജയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പൂർവകാലത്ത് ഉപദ്രവിച്ച ആളുകളും ശത്രുത കാണിച്ച ആളുകളും ഒക്കെ ഒരുമിച്ച് കൂടിയ വേളയിൽ എന്തെങ്കിലുമൊക്കെ പ്രതികാര നടപടികൾ ഉണ്ടാകും. സാധാരണ രാജാക്കന്മാര് ഓരോ നാടുകളിലേക്ക് വന്ന് അവിടെ കീഴടക്കിയാൽ, ജയിച്ചടക്കിയാൽ പിന്നെ അവിടെയുള്ള ആളുകളെ ഉന്മൂലനം ചെയ്യാണ് ഉണ്ടാവുക. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കും എന്ന് ഭയപ്പെട്ട് കഴിഞ്ഞപ്പോൾ കാരുണ്യത്തിന്റെ തിരുദൂതർ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? അൻതുമുത്തലഖാ, നിങ്ങളൊക്കെ ഇന്ന് വിട്ടയക്കപ്പെട്ടവരാണ്, നിങ്ങൾക്കെതിരിൽ യാതൊരു പ്രതികാര നടപടിയും ഇല്ല, നിങ്ങൾ പോയിക്കോളൂ. അത് ഈ വാക്ക് തന്നെയാണ്. പക്ഷെ അത് ഒരു നന്മ ആയിരുന്നു, അല്ലെ? സത്യത്തിൽ ഇതും ഒരു നന്മ തന്നെയാണ്, ത്വലാഖ്. അതുകൊണ്ടാണ് അള്ളാഹു അനുവദിച്ചത്. നന്മല്ലാത്തൊരു സംഗതി അള്ളാഹു അനുവദിക്കൂല. പക്ഷെ അത് തിന്മയായിട്ടും ഉപദ്രവമായിട്ടും പീഡനമായിട്ടും നമുക്ക് അനുഭവപ്പെടാനുള്ള കാരണം അതിനെ ദുരുപയോഗപ്പെടുത്തിയത് കൊണ്ടാണ്. ത്വലാഖ് എന്ന് പറയുന്നതിനെ ദുരുപയോഗപ്പെടുത്തിയത് കൊണ്ടാണ് അത് പീഡനമായിട്ട് അനുഭവപ്പെട്ടത്. ത്വലാഖ് എന്ന് പറഞ്ഞാൽ അതും ഒരു നന്മ തന്നെയാണ്. ഒരിക്കലും ഒത്തുപോകാൻ കഴിയാത്ത വിധം മനസ്സകന്നു പോയാൽ പിന്നെ എന്തു വേണം? സഹിച്ചോളൂ തന്നെ എന്നത് ഇസ്ലാം പറയുന്നില്ല. അങ്ങനെ ഉണ്ടല്ലോ, ഓൻ തെറ്റ് ചെയ്തു, ഓള് തെറ്റ് ചെയ്തു, ഇതിനൊന്നും ആവശ്യമല്ല. തെറ്റൊന്നും ചെയ്തോളണമെന്നില്ല. 2 പാർട്ട്ണർമാർ തമ്മിൽ, കച്ചവടത്തിൽ 2 പാർട്ട്ണർമാർ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, പക്ഷെ എന്നാലും ഏതോ ഒരു ഘട്ടത്തിൽ അവർക്ക് തോന്നും, ഇനി നമ്മൾ യോജിച്ചു പോലല്ല നല്ലത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് പിരിയാം. പക്ഷെ അങ്ങനെ ലളിതമായി പിരിയാൻ കഴിയില്ല വിവാഹത്തിൽ നിന്ന്. കാരണം അത് കച്ചവടത്തെ പോലെയുള്ള ചെറിയ ഒരു കരാറല്ല. മീസാഖൻ ഗലീദ, ബലിഷ്ഠമായ കരാറാണ്. അപ്പോൾ അതിൽ ബന്ധം മുറിയാൻ പറ്റാത്ത ബന്ധങ്ങൾ പുതിയത് ഉണ്ടായി വന്നിട്ടുണ്ടാകും. അങ്ങനെ ഒന്നുണ്ട്. നിക്കാഹ് ചെയ്യുന്ന ആളുകൾ തമ്മിലുള്ള ബന്ധം വളരെ അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ മുറിയാൻ പറ്റുന്ന ഒരു ബന്ധമാണ്.
എന്നാൽ ആ വിവാഹത്തിലൂടെ ഉണ്ടായി വന്ന വേറെ ബന്ധങ്ങൾ ഉണ്ടാവും, മുറിയാൻ പറ്റാത്ത ബന്ധമാണ് അല്ലെ. മക്കളുണ്ടാവും, മരുമക്കളുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊന്നും മുറിയാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് കുറച്ചുകൂടി ഗൗരവമാണ്, അത്യന്തം ഗൗരവമാണ്. അതുകൊണ്ട് പരമാവധിയുടെയും അപ്പുറത്ത് ബന്ധം വിളക്കി ചേർക്കാനും നന്നാക്കി തീർക്കാനും ആവശ്യമായ എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും പറയുന്നുണ്ട്. വിട്ടുവീഴ്ച ചെയ്യണം, പരസ്പരം അറിയണം, സ്നേഹിക്കണം അല്ലെ. അതേപോലെ സുൽഹ് ഉണ്ടാക്കാൻ ആവശ്യമായത് എന്തൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യണം. പക്ഷെ അതെല്ലാം ചെയ്തിട്ടും ആദ്യം അവര് തന്നെ സ്വയമേവ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനൊന്നല്ല വേണ്ടത്, എനിക്കിങ്ങനെ ഒരു റാഹത്ത് കുറവുണ്ട്, ഇങ്ങനെ ആയ പറ്റൂല, അങ്ങൾ ഇങ്ങനെ ആയ പറ്റൂല, ശരിയാക്കണം, നേരെയാക്കണം എന്നൊക്കെ പറഞ്ഞു നോക്കി, നടക്കുന്നില്ല. നമ്മൾ കാണുന്ന തലാക്ക് നാട്ടിൽ ഇപ്പൊ നടപ്പായ സംഗതി എന്താണെന്ന് വെച്ചാൽ വേറൊന്നാണ്. അത് ദീനുമായിട്ട് ബന്ധമൊന്നുമില്ല. അത് ഈ നിയമം കേട്ടാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ എത്രത്തോളം അനിസ്ലാമികമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇസ്ലാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കഴിഞ്ഞൊരു വേറെ സ്ഥലത്ത് ക്ലാസ്സിൽ സൂറത്തുൻ നൂർ എടുക്കുന്നുണ്ട് ഞാൻ. അപ്പൊ സൂറത്തുൻ നൂർ എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരാൾ എന്നോട് പറഞ്ഞു, നമ്മൾ എത്രത്തോളം ഇസ്ലാം അല്ല എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാകുന്നത്. മനസ്സിലായില്ലേ? ആൺപെണ്ണ് ഇടകലരലുകളിലും ഇടപഴകലിലും പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ നമ്മൾ എത്രത്തോളം ഇസ്ലാം അല്ല എന്ന് മനസ്സിലാവും സൂറത്തുൻ നൂർ വായിച്ചാല്. അപ്പൊ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. അപ്പൊ നിക്കാഹ് എന്നതുപോലും എന്തല്ല, പലപ്പോഴും അനിസ്ലാമികതകൾ നിറഞ്ഞതാണ്. ത്വലാഖ് എന്ന് പറയുന്നത് ഏതായാലും അങ്ങനെയാണ്. കാരണം ഒരു നിബന്ധനയും പാലിക്കാതെയാണ് ത്വലാഖില് ആളുകൾ എത്തുന്നത്. പല നിലക്കുമാണ്. അതിന് ശേഷമുള്ള നടപടിക്രമങ്ങളും അങ്ങനെയാണ്. പക്ഷെ ഇസ്ലാം അങ്ങനെയൊന്നുമല്ല കൽപ്പിച്ചത്. അത് പൂർണ്ണമായ അന്തസ്സോടെ പെണ്ണിന്റെ അഭിമാനം സംരക്ഷിച്ച്, ആണിന്റെ അഭിമാനം സംരക്ഷിച്ച്, രണ്ടാൾക്കും നീതിയും ന്യായവും കിട്ടുന്ന രീതിയിൽ സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ പറയുന്ന കാര്യം നോക്കാം, നമുക്ക് പിന്നെ മറ്റേതിലേക്ക് വരുമ്പോൾ അത് വിശദീകരിക്കാം. വൽ മുത്തല്ലഖാത്ത്, വിവാഹമോചിതകൾ, അങ്ങനെ വിവാഹമോചനം ചെയ്യപ്പെട്ടു. അപ്പൊ പെണ്ണിനെയാണല്ലോ നിക്കാഹ് ചെയ്യുന്നത്. വലിയന് കൈ കൊടുത്തിട്ടാണ് വരൻ നിക്കാഹ് ചെയ്തത് അല്ലെ. ടീച്ചർ എവിടെ പോയിന്ന്? അള്ളാഹു എളുപ്പമായി കൊടുക്കട്ടെ. അപ്പോ വിവാഹം മോചനം ചെയ്യപ്പെട്ടു. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയോ? യതറബ്ബസ്ന, കാത്തിരിക്കണം. യതറബ്ബസ്ന എന്ന് പറഞ്ഞാൽ കാത്തിരിക്കണം. ബി അൻഫുസിഹിന്ന, സ്വന്തം നിലക്ക്. സലാസത ഖുറൂ, 3 ആർത്തവകാലം. അതിനെ കുറിച്ചിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞൊന്നുമില്ല. ഖുറൂ എന്ന് പറയുന്നത് കാലം എന്നാണ്. അത് ശുദ്ധികാലമാണോ ആർത്തവകാലമാണോ എന്നതിനെ കുറിച്ചുള്ള, അശുദ്ധി 3 പ്രാവശ്യം ഉണ്ടാവലാണോ അല്ലെങ്കിൽ 3 ശുദ്ധികാലമാണോ എന്നുള്ളതിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം. കാരണം രണ്ടിനും ആ പദം ഉപയോഗിക്കും എന്നുള്ളത് കൊണ്ടാണ്. അശുദ്ധി 3 പ്രാവശ്യം അശുദ്ധി ആവലാണോ അല്ല 3 പ്രാവശ്യം ശുദ്ധി ആവലാണോ എന്നുള്ള ഒരു വ്യത്യാസം. വലാ യഹില്ലു ലഹുന്ന, അവർക്ക് ഹലാലല്ല. എന്ത്? ഐ യക്തുംന, കതമ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു. മറച്ചു വെക്കുന്നത് അനുവദനീയമല്ല. മാ ഖലഖല്ലാഹ്, അള്ളാഹു സൃഷ്ടിച്ചതിനെ, ഫി അർഹാമിഹിന്ന, അവരുടെ ഗർഭപാത്രങ്ങളിൽ. ഇൻകുന്ന യുക്മിന്ന, അവർ വിശ്വസിക്കുന്നുവെങ്കിൽ, ബില്ലാഹ് വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ, വബഊലതഹുന്ന, അവരുടെ ഭർത്താക്കന്മാർക്കാണ്, അഹഖു, ഏറ്റവും അർഹതപ്പെട്ടത്, ബിറദ്ദിഹിന്ന, തിരിച്ചെടുക്കാൻ. ഫീ ദാലിക, ആ സമയത്ത്, ഇൻ അറാദു, അവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഇസ്ലാഹ, ബന്ധം നന്നാക്കാൻ.
വലഹുന്ന അവർക്ക് അവകാശമുണ്ട്, മിഥിൽ തുല്യമായത്, അല്ലദി അലൈഹിന്ന അവരുടെ മേലുള്ള ബാധ്യതക്ക്, ബിൽ മഅറൂഫ് ന്യായമായി, വലിരിജാൽ പുരുഷന്മാർക്കുണ്ട്, അലൈഹിന്ന അവരെക്കാൾ, ദറജത്തുൻ പദവി, വല്ലാഹു അസീസുൻ ഹകീം അള്ളാഹു പ്രതാപവാനാണ് യുക്തിമാനാണ്. ഞാൻ എന്റെ അടുത്ത ആയത്ത് കൂടി പറഞ്ഞിട്ട് മൊത്തം വിശദീകരിക്കും. അത്വലാഖു മറത്താൻ, അത്വലാഖ് എന്ന് പറഞ്ഞാൽ വിവാഹമോചനം, മറത്താൻ 2 പ്രാവശ്യമാണ്. ഫഇംസാകുൻ പിന്നെ പിടിച്ചു വെക്കലാണ്, ബിമഅറൂഫ് മാന്യമായ നിലക്ക്, ഔ തസ്രീഹ് അല്ലെങ്കിൽ എന്താണ് പിരിച്ചയക്കുക, വിട്ടയക്കുക, ബി ഇഹ്സാൻ നല്ല നിലയിൽ. വലാ യഹില്ലു ലക്കും നിങ്ങൾക്ക് അനുവദനീയമല്ല, അൻ തഖുദു നിങ്ങൾ തിരിച്ചു വാങ്ങുന്നത്, മിമ്മാ ആതൈതുമൂഹുന്ന നിങ്ങൾ അവർക്ക് നൽകിയതിൽ നിന്ന്, ഷൈആ ഒരു വസ്തുവും, ഇല്ല അൻ യഖാഫ രണ്ടുപേരും ഭയപ്പെടുന്നുവെങ്കിൽ അല്ലാതെ, അല്ലാ യുഖീമ കൃത്യമായി പാലിക്കാൻ, ഹുദൂദ് അല്ലാഹ് അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ, ഫഇൻ ഖിഫ്തും നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ, അല്ലാ യുഖീമ രണ്ടുപേർക്കും പാലിക്കാൻ കഴിയില്ല എന്ന്, ഹുദൂദ് അല്ലാഹ് അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ, ഫലാ ജുനാഹ അലൈഹിമാ അവർ രണ്ടുപേർക്കും കുറ്റല്ല, ഫീമഫ്തദത് ബിഹി എന്താണ് അവൻ വല്ലതും നൽകുന്നതിന്, തിൽക ഹുദൂദുല്ലാഹ് അള്ളാഹുവിന്റെ നിയമപരിധികളാണത്, ഫലാ തഅതദൂഹാ നിങ്ങൾ അത് ലംഘിക്കരുത്, വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ് അള്ളാഹുവിന്റെ പരിധികളെ ആരെങ്കിലും ലംഘിക്കുകയാണെങ്കിൽ, ഫഉലൈക ഹുമുൽ ളാലിമൂൻ അവർ തന്നെയാണ് അക്രമികൾ. അപ്പൊ വിവാഹമോചനം 2 തവണയാണ്. പിന്നെ ന്യായമായ നിലയിൽ കൂടെ നിർത്തുകയോ നല്ല നിലയിൽ ഒഴിവാക്കുകയോ വേണം. നേരത്തെ നിങ്ങൾ ഭാര്യമാർക്ക് നൽകിയിരുന്നതിൽ നിന്ന് യാതൊന്നും തിരിച്ചു വാങ്ങാൻ പാടില്ല. ഇരുവരും അള്ളാഹുവിന്റെ നിയമപരിധികൾ പാലിക്കാൻ കഴിയില്ലെന്ന് ആശങ്കിക്കുന്നുവെങ്കിലല്ലാതെ, അവരിരുവരും അള്ളാഹുവിന്റെ നിയമപരിധികൾ പാലിക്കുകയില്ലെന്ന് നിങ്ങൾ പേടിക്കുന്നുവെങ്കിൽ, സ്ത്രീ തന്റെ ഭർത്താവിന് വല്ലതും നൽകി വിവാഹമോചനം നേടുന്നതിൽ ഇരുവർക്കും കുറ്റമില്ല. അള്ളാഹുവിന്റെ നിയമപരിധികളാണിവ, നിങ്ങൾ അവ ലംഘിക്കരുത്. ദൈവിക നിയമങ്ങൾ ലംഘിക്കുന്നവർ തന്നെയാണ് അക്രമികൾ. ഇനി ഇതെന്താന്ന് പറയാട്ടോ. ഓക്കെ, അടുത്ത ആയത്തും കൂടി എടുത്താലേ ഇതൊന്നും പൂർണ്ണാവും. കണക്ഷൻ വരുള്ളൂ. ഫഇൻ തല്ലഖഹാ പിന്നീട് അവൻ അവരെ വിവാഹമോചനം നടത്തിയാൽ, ഫലാ തഹില്ലു ലഹു അവൻ അവൾ അനുവദനീയമാവുകയില്ല, മിൻ ബഅദു പിന്നീട്, ഹത്താ തൻകിഹ സൗജൻ ഒരു ഭർത്താവിനെ വിവാഹം ചെയ്യുന്നത് വരെ, ഗൈറഹു അവനല്ലാത്ത വേറൊരു ഭർത്താവിന്. ഫഇൻ തല്ലഖഹാ പിന്നീട് അവൻ അവളെ വിവാഹമോചനം ചെയ്താൽ, ഫലാ ജുനാഹ അലൈഹിമാ അവർക്ക് രണ്ടുപേർക്ക് കുറ്റല്ല, യത്രാജഅ മടങ്ങുന്നതിനെ, ഇന്ന കരുതുന്നുവെങ്കിൽ എന്ത് കരുതുന്നുവെങ്കിൽ, യുഖീമാ ഹുദൂദല്ലാഹ് അള്ളാഹുവിന്റെ നിയമപരിധികൾ പാലിക്കാൻ, വതിൽക ഹുദൂദുല്ലാഹ് അള്ളാഹുവിന്റെ പരിധികൾ അതാണ്, യുബയ്യിനുഹാ ലിഖൗമി യഅലമൂൻ ഒരു ജനതക്ക് അവൻ അത് വിവരിച്ചു തരുന്നു, അവരറിയുന്നു. വീണ്ടും വിവാഹമോചനം നടത്തിയാൽ പിന്നെ അവൾ അനുവദനീയമാവുകയില്ല, അവളെ മറ്റൊരാൾ വിവാഹം കഴിക്കുന്നത് വരെ. അങ്ങനെ അയാൾ അവളെ വിവാഹമോചനം നടത്തുകയാണെങ്കിൽ, മുൻ ഭർത്താവിനും അവൾക്കും ദാമ്പത്യത്തിലേക്ക് തിരിച്ചു വരുന്നതിൽ വിരോധമില്ല. മേലിൽ ഇരുവരും ദൈവിക നിയമങ്ങൾ പാലിക്കുമെന്ന് കരുതുന്നുവെങ്കിൽ, ഇത് അള്ളാഹു നിശ്ചയിച്ച നിയമപരിധികളാണ്, കാര്യമറിയുന്ന ജനത്തിന് അള്ളാഹു അത് വിശദീകരിച്ച് തരികയാണ്. ഓക്കെ, അടുത്ത ആയത്തും ഇതിനോട് ചേർന്ന് തന്നെയാണ്, പക്ഷെ ഇത് നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്? വിവാഹമോചനത്തെ സംബന്ധിച്ചാണ് പറയുന്നത്, മൊത്തത്തിൽ മനസ്സിലായല്ലോ. അപ്പോ നിക്കാഹിനേക്കാൾ എത്രയോ പ്രയാസകരമായ കാര്യമാണ് ത്വലാഖ്. ഫലത്തിൽ എന്താണ് സംഭവിക്കുന്നത് നാട്ടിൽ എന്നത് വേറെ കേസാണ്.
ആ വിവാഹത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് താരതമ്യേന എളുപ്പമാണ്. രണ്ടാള് അല്ലെ, വലിയും വരനും രണ്ട് സാക്ഷി ഉണ്ടായാൽ മതി. ആണിനും പെണ്ണിനും പരസ്പരം ഇഷ്ടപ്പെടണമെന്നേ ഉള്ളൂ, കല്യാണം കഴിക്കാം, എളുപ്പമാണ്. അതേ സമയത്ത് ത്വലാഖ് എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. അതിനൊരുപാട് എന്താ പറയാ കടമ്പകൾ തന്നെ പറയാം. ആദ്യം ഇവര് തമ്മിൽ തന്നെ ഒത്തുപോകില്ല എന്നാണെങ്കിൽ ഒത്തുപോകാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അപ്പോഴാണ് പടച്ചോൻ നമ്മളോട് പറഞ്ഞതില്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയറായത് വേറെ ഉണ്ടാവുമല്ലോ, അപ്പൊ അതിലേക്കൊന്ന് നോക്കി നോക്ക്. ഇപ്പോ ഇന്ന കാര്യമാണ് ഇഷ്ടപ്പെടാത്തത്, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ കാര്യം വേറില്ലേ, അതിലേക്കൊന്ന് നിങ്ങൾ നോക്കി നോക്ക്. ചിലപ്പോ അങ്ങനെ ഉണ്ടാവുമല്ലോ. ചിലപ്പോ ഈ ഇഷ്ടപ്പെടാത്ത കാര്യത്തിന് വേണ്ടി നിങ്ങൾ അവളെ ഒഴിവാക്കിയാൽ, അല്ലെങ്കിൽ അവൾ അവനെ ഒഴിവാക്കിയാൽ, വേറൊരാളുമായിട്ട് ജീവിക്കുമ്പോ ആ കാര്യം മാത്രമായിരിക്കും ശരിയായിട്ടുണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം മോശമായിരിക്കും. അപ്പൊ അതിനേക്കാൾ നല്ലത് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിലോ. കല്യാണ ആലോചനകൾ നടത്തിക്കോളി, എത്രയും നടത്തിക്കോളി. ചില ആൾക്കാർ അതിലും ദുരഭിമാനം കാണും, എന്നെ പറ്റി അന്വേഷിച്ചാൾ നീ, എന്നാ പിന്നെ വേണ്ടാന്ന് നോക്കൂ. അങ്ങനല്ല, അന്വേഷിച്ചോട്ടെ, അതിനെന്താ. അന്വേഷണം രഹസ്യമായിരിക്കണം എന്നാണ്. അങ്ങാടി പോയിട്ട് ഇന്നോടത്തുള്ള എന്നെ ഓനെ അറിയോ, കല്യാണം ആലോചിക്കണം, അങ്ങനെ അതിനും വേണ്ടിയിട്ടല്ല. അന്വേഷണം രഹസ്യമായിരിക്കണം, വിവാഹം പരസ്യമായിരിക്കണം. ഇതാണ് അതിന്റെ സംഗതി. പക്ഷെ എന്നെക്കുറിച്ച് അന്വേഷിക്കുന്നു എന്നത് എനിക്കൊരു മോശമാവേണ്ട കാര്യമില്ല. എൻ്റെ മോളെ പറ്റി അന്വേഷിച്ചു കളഞ്ഞു, അതൊരു തെറ്റായ കാര്യമല്ല. അന്വേഷിക്കണം, അന്വേഷിച്ചോട്ടെ, ആവശ്യത്തിന് അന്വേഷിക്കാൻ നമ്മൾ അവസരം കൊടുക്കണം. എന്നെ ആൾക്കാരോട് അന്വേഷിക്കാൻ ഞങ്ങൾക്ക്, അല്ലെങ്കിൽ അങ്ങനെ കണ്ടല്ലോ, അതിന്റെ വഴി നമ്മൾ തുറന്നിട്ട് കൊടുക്കണം, എന്നിട്ട് അന്വേഷിക്കട്ടെ. ആ അന്വേഷണത്തില് നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതിനെക്കുറിച്ചൊക്കെ വിവരം കിട്ടാൻ മാത്രം അന്വേഷിച്ചോട്ടെ. അന്വേഷണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു തീരുമാനത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. ഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചു വിവാഹത്തിനെങ്കിൽ പിന്നെ അള്ളാഹുൽ തവക്കുൽ ചെയ്യണം. പിന്നെ നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യരുത്, അന്നേരം വേറൊരുത്തം വന്നിട്ട് ഓളെ അങ്ങനെയും ഞാനോ അങ്ങനെ പറഞ്ഞാൽ പിന്നെ അതിന് നിൽക്കരുത്. അതിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നിക്കാഹ് കഴിഞ്ഞു, പിന്നെ രണ്ടാളും ഒന്നായി തീർന്നിരിക്കുന്നു. ഇനിയും അവള് ഞാന് അങ്ങനെ ഇല്ല, നമ്മളാണ്, അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒന്നായി തീർന്ന് ഒന്നിച്ച് ജീവിക്കുമ്പോ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, രണ്ട് മനുഷ്യന്മാർ, ഈ ആണ് പെണ്ണ് എന്നുള്ളവർക്ക് തന്നെ അത് വ്യത്യസ്തമായിരിക്കും. ഇതിന്റെ സോഫ്റ്റ്വെയർ മൊത്തം വ്യത്യാസമാണ്. ആൾക്കാർ വിചാരിക്കുന്നത് ചില സംഗതി മാത്രം. അതുകൊണ്ടാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ്, ട്രാൻസ് വുമൺ എന്നൊക്കെ പറയുന്ന സാധനം ഓപ്പറേഷനൊക്കെ നടത്തി. അതിന് നിങ്ങളെ ഈ ഓപ്പറേഷൻ നടത്താൻ ചില അവയവങ്ങളെ മാത്രം വ്യത്യാസമല്ല ആണ് പെണ്ണ് എന്ന് പറഞ്ഞാൽ. ആണ് പെണ്ണ് എന്ന് പറയുന്നത് ടോട്ടലി വ്യത്യാസം. ഒരു വലിയ നിരീക്ഷകൻ പറയണത് ആണ് അവന്റെ വിരൽത്തുമ്പ് വരെ ആണാണ്, പെണ്ണ് അവളുടെ വിരൽത്തുമ്പ് വരെ പെണ്ണാണ്. നോട്ടത്തിൽ, വിലയിരുത്തലിൽ, നിലപാടിൽ ഒക്കെ വ്യത്യാസം ഉണ്ടാവും. മനുഷ്യന്മാർക്ക് മാത്രമല്ല കേട്ടോ, മറ്റു ജീവജാലങ്ങൾക്കും ഉണ്ട് അങ്ങനത്തെ കുറെ സംഗതികൾ കേട്ടോ. ഒരാനക്കൂട്ടം അങ്ങനെ പോവുകയാണെങ്കിൽ മുമ്പിൽ കൊമ്പനാനാണ് ഉണ്ടാവുക. അത് കുറെ കാലമായാലും കൊമ്പനാന നടക്കണേ, നിങ്ങൾ മാറിക്ക് ഞാൻ നടക്കട്ടെ എന്നൊരു പിടിയാന തീരുമാനിക്കൂല. അങ്ങനെയാണത്. അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മളെ പുരയിലെ കോഴിക്കലടയെ തന്നെ ഉണ്ട്. പൂവൻ കോയിന്റെ ഒരു മുൻകൈ അല്ല പിടക്കോയിക്ക് ഉണ്ടാവുക. വേറൊരു രസികം പറഞ്ഞിരുന്നു, ശരിക്ക് കാണാൻ ഭംഗിയും ആണുങ്ങളെയാണ്. എല്ലാ ജീവികളിലും അങ്ങനെയാണ്, മനുഷ്യരിലും ശരിക്കും അങ്ങനെയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാല് പെണ്ണെന്ത് ചെയ്യാണ്, അലങ്കാരങ്ങളൊക്കെ അണിഞ്ഞ്, പിന്നെ ആണിന് പെണ്ണിനെ ആവശ്യമായത് കൊണ്ട് അതങ്ങനെ ഒരു ആകർഷകമൊക്കെ തോന്നി, അങ്ങനെ ഒരു സംഭവമാണ്. ശരിക്കും ഭംഗിയുള്ളത് ഒരു പൂവൻകോയിന്റെ ഭംഗി ഒരു പടക്കോയിക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോ അത് ശരിയോ തെറ്റോ, എന്തായാലും വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എല്ലാത്തിലും വ്യത്യാസമായി അല്ലേ. അപ്പൊ ഇങ്ങനെ വ്യത്യാസമുള്ള ഈ രണ്ടെണ്ണത്തിനാണല്ലോ
അല്ലേ? കൂട്ടിച്ചേർക്കുന്നത്. ആ കൂട്ടിച്ചേർക്കലിൽ സ്വാഭാവികമായിട്ടും വ്യത്യാസം ഉണ്ടാവും. എത്ര മനപ്പൊരുത്തുണ്ടെങ്കിലും ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസം എന്തായാലും ഉണ്ടാവുമല്ലോ. അത് കഴിച്ചിട്ട് ബാക്കിയിലാണ് പിന്നെ കാഴ്ചപ്പാടുകളിലുള്ള വ്യത്യാസം, ഏജിന്റെ വ്യത്യാസം, വിദ്യാഭ്യാസത്തിന്റെ വ്യത്യാസം, കൾച്ചറിന്റെ വ്യത്യാസം, നാടിന്റെ വ്യത്യാസം, ശരീരപ്രകൃതിയുടെ വ്യത്യാസം. ചിലർക്ക് ചൂട്, ചിലർക്ക് തണുപ്പ്, അല്ലെ? ഫാനിട്ട് കിടന്നാൽ ജലദോഷം പിടിക്കും ഒരാൾക്ക്, മറ്റാൾക്ക് ഫാനിട്ട് കിടന്നില്ല ഉറക്കം വരൂല. അപ്പൊ എന്ത് ചെയ്യും? രണ്ടാളോടി ഒരു കെട്ടുമ്പോ കിടക്കണമെങ്കിൽ രണ്ടാലൊരാൾ എന്ത് ചെയ്യണം? രണ്ടാലൊരാൾ ഒന്നുകിൽ ജലദോഷം ആയിക്കോട്ടെ ജയിക്കണം, അല്ലെങ്കിൽ ഉറക്കം വരണ്ട നിൽക്കണം. ഇത് ഞാനൊരു നിക്കാവത്ത് പോയി പറഞ്ഞപ്പോ ഒരാൾ എന്നോട് നിക്കാവത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞ് അതിന് സീലിംഗ് ഫാൻ ഒഴിവാക്കിയിട്ട് പെഡസ്ട്രിയൽ ഫാൻ വെച്ചാൽ മതിയാണ്. അപ്പോ കിടക്കുമ്പോ എന്താ വെച്ചാൽ കാറ്റ് വേണ്ടോന്ന് തമ്പത്ത് എടുക്കുക, എന്നിട്ട് ടേബിൾ ഫാനോ പെഡസ്ട്രിയൽ ഫാനോ ആണെങ്കിൽ ആ ഭാഗത്ത് മാത്രമല്ലേ കാറ്റുള്ളൂ, മറ്റോടത്ത് കൊള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞ നല്ലൊരു പരിഹാരമാണ് നിങ്ങൾ പറഞ്ഞത്, ഞാൻ ഈ വേറുള്ളവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ചില ആൾക്കാർ അതിനെ ചിലപ്പോ അദ്ദേഹം അത് മറികടന്ന ആളായിരിക്കും. ആ ജീവിതാനുഭവം ഇതൊന്നും പുസ്തകത്തും വായിച്ചാൽ കിട്ടൂലല്ലോ. അയാൾ അതിനങ്ങനെ മറികടന്നിട്ടുണ്ടോ? വേണ്ടാത്തത് പക്ഷെ ഇങ്ങനെ സൈഡിൽ വെക്കാൻ പറ്റൂലേ? കേരള പ്രശ്നം. അപ്പൊ ഞാൻ പറയുന്നത് അഭിപ്രായ വ്യത്യാസം. ഈ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഒഴിവാക്കി ഒറ്റ അഭിപ്രായമാക്കാൻ കഴിയില്ല. അപ്പൊ എന്ത് വേണം? വിട്ടുവീഴ്ച വേണം. ഈ വിട്ടുവീഴ്ച എന്ന് പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകണം. ഒരാള് അയാളുടെ അഭിപ്രായങ്ങൾ തന്നെ നടപ്പിലാക്കണം തോന്നിയാൽ മറ്റേത് എന്ത് ചെയ്യും? ചിലപ്പോ ഓള് സൈക്കിളോളാണെങ്കിൽ നാട്ടുകാരൊന്നും അറിയാണ്ട് അങ്ങനെ സംഗതി അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളും. പക്ഷെ ഒരു ഊഷ്മളതയും ഉണ്ടാവൂല, ഒരു സമ്മാനം ഉണ്ടാവില്ല. നിങ്ങള് തിരക്കിന്റെ ഇടയില് പിന്നെ ഉണ്ടാക്കണ്ട, ഇനി മീൻ വാങ്ങലും കൂടി നിങ്ങൾ തന്നെ ചെയ്യണ്ടെന്ന് പറഞ്ഞു. മീൻ ഞാൻ വാങ്ങിക്കോളാം, മീൻ നീരെ കൊണ്ടുപോകണ്ടല്ലോ, ഞാൻ വാങ്ങിക്കോളാം, നിങ്ങൾ പോയിട്ട്. അപ്പൊ ഓൻ വിചാരിച്ചാവും അപ്പൊ നീ കൂടി ഓളെടുത്തോളല്ലോ. ഓളെന്തിനാ പറഞ്ഞറിയോ? ഈ ചെങ്ങായി ഓന് പറ്റിയതേ വാങ്ങുന്നുള്ളൂ. അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ചെറിയ സംഭവമാണ്. മീൻ വാങ്ങാൻ പോയാല് അയാൾക്ക് ഇഷ്ടമുള്ള മീനേ വാങ്ങുന്നുള്ളൂ, ഓൾക്കും ഇഷ്ടമൊക്കെ ഉണ്ടാവൂലേ? അപ്പൊ ഓനോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നെ വാങ്ങിയാൽ പോരാ, എനിക്ക് ഇഷ്ടമുള്ളത് വാങ്ങണം എന്ന് പറയാതെ ഓള് ചെയ്തൊരു ഐഡിയ എന്താണ്? മീൻ ഞാൻ വാങ്ങിക്കോട്ടെ. അപ്പൊ എന്തായി? ഓൾക്ക് ഇഷ്ടമല്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഓൻ പറഞ്ഞ് ഇയ്യന്നെ എല്ലാം കൂടി ചെയ്യണ്ടേ, ഈ ഞാൻ തന്നെ വായിക്കോളാത്. കാരണം എന്താണ്? അപ്പൊ ഇങ്ങനെയൊക്കെ ഇതിനെ മറികടക്കുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഐഡിയകളൊക്കെ നിങ്ങൾ ഉണ്ടെങ്കിൽ പരസ്പരം ഷെയർ ചെയ്തോളാം. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച് പരസ്പരം അഡ്ജസ്റ്റ്മെന്റ്. ഞാൻ അതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, ഇണയെ സ്നേഹിക്കാൻ പലർക്കുമാകും, ഇണയുടെ ഇഷ്ടത്തെ സ്നേഹിക്കാൻ കഴിയണം. അതാണ് ശരിയായ ദാമ്പത്യ വിജയം എന്ന് പറയുന്നത്. ഓളെ സ്നേഹിക്കാൻ എനിക്കൊരു 100 ന്യായമുണ്ട്, ആ ന്യായമൊക്കെ ശരിക്കും എനിക്ക് വേണ്ടി തന്നെയാണ്. അതേ സമയത്ത് ഓളെ ഇഷ്ടത്തെ സ്നേഹിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ അതൊരു വലിയ മാധുര്യമുള്ള ഒരു സംഗതിയാണ്. നെല്ലിക്കന്നണമാതിരിയാണ്, തിന്നുമ്പോ ലേശം കയ്പൊക്കെ ഉണ്ടാവും എങ്കിലും പിന്നെ വായയുടെ ഒരു രുചി, പിന്നെ വെള്ളം കുടിക്കുമ്പോ ഒക്കെ അതറിയല്ലോ, അതേപോലെ ആയി മാറും. ഇങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും കഴിയുന്നില്ലെങ്കിൽ നമ്മൾ വേറൊരാളുടെ സഹായം തേടണം. നമ്മുടെ കുടുംബത്തിലെ മുതിർന്ന ആൾക്കാരോട് പറയാ, ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്താണ് ചെയ്യുക, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് കഴിയുന്നില്ല. അപ്പൊ അവരായിട്ട് ചില ഉപദേശങ്ങളും ചില പരിഹാര മാർഗങ്ങളും ഒക്കെ നിർദ്ദേശിക്കും. പുതിയ കാലത്ത് അതിന് കൗൺസിലിംഗ് എന്നാണ് പറയാ. പഴയ കാലത്ത് വല്യമ്മമാരും അമ്മമാരും അമ്മായിമാരും ഒക്കെ ചെയ്ത പണിയാണ്. പുതിയ കാലത്ത് അതിന് കൗൺസിലിംഗ് എന്നാണ് പറയാ. ചിലപ്പോൾ ഫീസൊക്കെ കൊടുക്കേണ്ടി വരും, ആയിക്കോട്ടെ എന്നാലും വേണ്ടില്ല. അങ്ങനെ ഒരു ശ്രമം നടത്തി. എന്നിട്ടും സാധ്യമല്ലാതെ വന്നാൽ അവർക്ക് രണ്ടാക്കും തന്നെ മാന്യമായിട്ട് എന്ത് പറയാ, നമ്മൾ തമ്മിൽ ചേരില്ല, ഒക്കൂല, വാളെടുക്കണ്ട, അപവാദങ്ങൾ പറയണ്ട, തോന്നിയാസം പറഞ്ഞ് ശീലിക്കണ്ട, മഹലിൽ കച്ചറാക്കണ്ട, ഒന്നും വേണ്ട. നമുക്ക് എന്ത് ചെയ്യാ, മാന്യമായിട്ട് പിരിയാം. ഇത് രസമുണ്ട്, ആലോചിച്ച്. ശരിയാവില്ല, നിങ്ങൾ മോശമായിട്ടല്ല, ഞാൻ നിങ്ങൾക്ക് പറ്റൂല, ഈ മോശമായിട്ടല്ല, ഞാൻ എനിക്ക് പറ്റൂല. അപ്പൊ എന്തിനാണ് വെറുതെ തടസ്സം ഉണ്ടാവുന്നത്? പിരിയാം. പക്ഷെ അങ്ങനെ പിരിഞ്ഞാൽ, ഇനി അങ്ങനെ അല്ലാതെ പിരിഞ്ഞാലും, അങ്ങനെ പിരിയേണ്ടത്, ഇനി അങ്ങനെ അല്ലാതെ പിരിഞ്ഞാലും
വീട്ടിൽ കൊണ്ടയാക്കണ പരിപാടി അല്ല ഉള്ളത്. നമ്മളിവിടെ പിരിയാൻ ഒരു സാധ്യത ഇങ്ങനെ വന്ന് കരിക്കാങ്കുളത്ത് എത്തിക്കണം എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടുന്ന് പുറകെ കൊണ്ടാക്കും. പിന്നെ കഴിഞ്ഞിട്ട് വേങ്ങേരി, താമ്പാട്ടായും, വേങ്ങേരി, കണ്ണീർപ്പന്തലൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തുള്ളൂ. പക്ഷെ അവിടെ എത്തിയാൽ തന്നെ ഇവിടുന്ന് എന്ത് ചെയ്യും, കൊണ്ടാക്കും. അങ്ങനെയല്ല വേണ്ടത്. വിവാഹമോചനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴേക്ക് വാപ്പാനെ വിളിച്ച് നിങ്ങളിനെ ഇവിടെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയിക്കോളില്ല, ഞാൻ എന്തെങ്കിലും അയക്കാളും എന്നൊക്കെ പറയുമ്പോ ആ സാധു വന്ന് കൂട്ടിക്കൊണ്ടു. അല്ലെങ്കിൽ അയാളായിരിക്കൂല സാധു, ശരിക്ക് അയാളേക്ക് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവും, ഈ എന്തിനാ വെറുതെ ഇതിനെ കിളിച്ചും കൂടെ പോരി എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നെ ഞാൻ നോക്കൂ, എനിക്കാവും ഇപ്പൊ എനിക്ക് തിന്നാൻ തരാന്നൊക്കെ. ഇയാള് തിന്നാൻ തരാൻ മാത്രമാണ് പിന്നെ കെട്ടിക്കണ്ടിനോ? അത് അന്നേരം ആലോചിക്കൂല, ദേഷ്യം പിടിക്കുന്നു. അപ്പൊ തിന്നാൻ തരാൻ കഴിയുന്നതാണ്. അപ്പൊ കൂട്ടിക്കൊണ്ട് എന്നിട്ട് ഈ വീട്ടിൽ നിൽക്കും, ഓളെ വീട്ടില് കേസ് കൊടുക്കും, ഓൻ പീഡനം അങ്ങനെ എന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇത് മെനക്കെടുന്നത്. അങ്ങനൊന്നും വേണ്ടില്ല. യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, വിവാഹമോചനം ചെയ്യപ്പെട്ട ആൾ കാത്തിരിക്കണം. കാത്തിരിക്കാൻ ഇദ്ദ ഇരിക്കണം. എവിടെ ഇരിക്കണം? അവന്റെ വീട്ടിലിരിക്കണം. അതാണ്, അവന്റെ വീട്ടിലാണ് ഇവൾ ഇദ്ദ ആചരിക്കേണ്ടത്. വിവാഹമോചനം ചെയ്താൽ അവന്റെ വീട്ടിൽ ഇദ്ദ ആചരിക്കണം. അതെത്ര കാലം വേണം? അല്ല, അതല്ല ഇപ്പൊ ഇവിടെ പറഞ്ഞത്. സലാസത്തുൻ എന്ന് പറഞ്ഞാൽ എത്രയാ? സലാസത്തുൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 എന്നാണ്. 3 ശുദ്ധികാലം, 3 ആർത്തവകാലം അവിടെ കാത്തിരിക്കണം. ശുദ്ധികാലത്താണ് തലാഖിനെല്ലാം പറ്റൂ, അത് വേറെ കാര്യം. നേരത്തെ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഈ തീണ്ടാരിക്കാലത്ത് തലാഖെല്ലാം പാടില്ലാന്ന്. ശുദ്ധികാലത്താണ് തലാഖ് ചൊല്ലേണ്ടത്. അത് നിങ്ങൾ നോക്കൂ, നിക്കാഹിന് പോലും അത് നിയമമില്ല, തലാഖാണ് സങ്കീർണം. അങ്ങനെ ആയി കഴിഞ്ഞാൽ 3 ശുദ്ധികാലം ഇവൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. എവിടെ കാത്തിരിക്കണം? ഇവിടെ ഇരിക്കണം. അതിനിടയിൽ എപ്പോഴെങ്കിലും ഇവരുടെ മനസ്സ് മാറിയാൽ വാക്കാലെയോ ലൈംഗിക ബന്ധത്തിലൂടെയോ തിരിച്ചെടുക്കാം. മനസ്സിലായില്ല? ഇവള് പിന്നെ ഒരു തലാഖിൽ തലാഖ് 2 തവണയാണ്. 2 തലാഖ്. ഇങ്ങനെ ആ തലാഖ് വാക്കാൽ തന്നെ വരുള്ളൂ. അതെ, ത്വലാഖ് വാക്കാൽ തന്നെ പറയണം. വാക്കാൽ പറഞ്ഞ് അപ്പൊ ഇവിടെ പറഞ്ഞ ത്വലാഖ് മറത്താൻ, ത്വലാഖ് 2 അല്ലേ? 2 പറഞ്ഞാൽ നമ്മൾ കേട്ടത് 3 എന്നല്ലേ? 2 അറിയണം. അതാണ് പറയുന്നത്. ഒരു തലാഖ് ചൊല്ലി, ആ ത്വലാഖ് ചൊല്ലിയിട്ട് ഇവൾ ഇവന്റെ വീട്ടിൽ തന്നെ കൂടുകയാണ്. എന്തിന്? തലാഖിന് സാക്ഷി വേണ്ടല്ലോ. വേണ്ട. തലാഖിന് നിങ്ങൾ സാക്ഷി വേണമെന്ന് തന്നെ വിചാരിക്കുക. അപ്പൊ സാക്ഷി ഇല്ലാന്ന് വെക്കുക, നിങ്ങൾ എന്താ ചെയ്യാ? സാക്ഷി ഇല്ല അംഗീകരിക്കുക. അവൻ അന്നേരം ഒരു എല്ലാം കൂടി ചെല്ലു കഴിഞ്ഞു. ഒരാള് നിങ്ങൾ അയാളോട് ആർഗ്യൂ ചെയ്യാണ്, നീ തലാഖല്ലേ, സാക്ഷിയൊന്നുമില്ല, അതുകൊണ്ട് അംഗീകരിക്കില്ല. അപ്പൊ അന്നേരത്തെ തലാഖല്ലേ പോരെ? അപ്പൊ നിങ്ങളും സാക്ഷിയായി, മറ്റാളും സാക്ഷി. അപ്പൊ അതിനോട് അതിൽ കാര്യമില്ല. നിക്കാഹ് പോലല്ല. നിക്കാഹ് എന്ന് പറയുന്ന സംഗതി സാക്ഷ്യമാണ്. കാരണം ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ, ഇതിവന് നിങ്ങളില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അന്നേരം ചെല്ലിയാൽ മതി. അതുകൊണ്ട് പിന്നെ അതിൽ കഥല്ല. അപ്പൊ ഒരു പ്രാവശ്യം ത്വലാഖ് ചൊല്ലി വീട്ടിൽ കഴിയാണ്. ആരെ വീട്ടില്? ഇവന്റെ വീട്ടിൽ തന്നെ കഴിയാണ്. അപ്പൊ തലാഖിന്റെ പെണ്ണാണത്. പക്ഷേ ഇവൾ ഇദ്ദാകാലത്താണ് അവിടെ ഉണ്ടാവുക. ഇത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇയാളിങ്ങനെ പുരയില് വണ്ടി നിർത്തി പുരയില് വരുന്നു, ഓളങ്ങോട്ട് കൊണ്ട് ഇയാൾ അപ്പുറത്തേ വരുന്നു. അപ്പോൾ അപ്പുറത്തൊരു മീൻ മുറിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു നേരത്ത് നോക്കുമ്പോ കുളിച്ച് കയറി വരുന്നുണ്ട്. അപ്പോ തോന്നാം ആദ്യം ഇനിയിപ്പോ ഓളൊന്ന് ഒഴിവാക്കുന്നു, ഇങ്ങ് പോരി, അല്ലെങ്കിൽ ഓളത്തെ ഓനങ്ങ് പോയി,
നിങ്ങളല്ല എന്നെ തലാഖല്ലേ എനിക്ക് തലാഖ് എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല, പിന്നെ ഓൽക്ക് ഒന്നിച്ച് ജീവിക്കാം, അതിന് വേറെ നിക്കാഹൊന്നും വേണ്ട, അത് സോൾവായി. അങ്ങനെ തോന്നിക്കോട്ടെ ചങ്ങായിമാർക്ക്. അതുകൊണ്ടാണ് ഓൾ എന്ത് ചെയ്യണോ ആടെ തന്നെ നിക്കണം. നമ്മള് ഒരു തോന്നലുണ്ടാവുമ്പോൾ സിം എടുത്ത് പൊട്ടിച്ചാളും, സിമ്മന്റെ അടുത്ത് പൊട്ടിച്ചാളും. കാരണം എന്താ, എപ്പോഴെങ്കിലും ഒക്കെ അങ്ങനെ തോന്നിയാലോ വിളിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്യാണ് ചെയ്യുക. എന്തെങ്കിലും വിധേന ഓൽ രണ്ടാളും കാണാനുള്ള ചാൻസ് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുകയാണ് ചെയ്യുക. അങ്ങനല്ല, ബന്ധത്തിന് അവസരം ഉണ്ടായി കൊടുക്കുക ചെയ്യേണ്ടത്. അങ്ങനെ ബന്ധത്തിന് അവസരം ഉണ്ടായാൽ ഇവർക്ക് ഈ 3 ശുദ്ധികാലത്തിനിടയിൽ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, തിരിച്ചു. അങ്ങനെ ഒരു നല്ല മീനൊക്കെ വാങ്ങി ഇങ്ങനെ ജീവിക്കുകയാണ്. കുറച്ചോളം മീൻ വാങ്ങും, കുറച്ചോളം മീൻ വാങ്ങും, ഇങ്ങനെ പോയി. പിന്നെയും ഇവൻ എന്ത് ചെയ്തു, ഭയമായി തന്നെ ഓൻ പിന്നെയും തലാക്ക്. കുടുങ്ങി. അപ്പോഴും ഇതേപോലെ ഇവന്റെ വീട്ടിൽ തന്നെ താമസിപ്പിക്കണം. ആ ശുദ്ധികാലത്തിനിടയിൽ ഇവന് പുനർവിചാരം ഉണ്ടായാൽ അപ്പോഴും തിരിച്ചെടുക്കാം, വീട് തിരിച്ചെടുക്കാം. പക്ഷെ പുനർവിചാരം ഉണ്ടായാൽ ഒന്ന് തിരിച്ചെടുക്കാം, പുനർവിചാരം ഒന്നും ഉണ്ടായില്ല എന്ന് വിചാരിക്കുക. അപ്പോ ഈ സമയം കഴിഞ്ഞാല് ഓളോളെ വീട്ടിലേക്ക് പോണം, ഓനോന്റെ വീട്ടിലും ആവണം. അല്ല, തിരിച്ചെടുക്കുന്നതിന് വാക്കാലോ ലൈംഗിക ബന്ധത്തിലൂടെയോ തിരിച്ചെടുക്കാന്നാണ് ഫിക്ക്. വാക്ക് പറയണം, അങ്ങനെ പറഞ്ഞിട്ടെടുക്കാം. അതല്ലെങ്കിൽ അവര് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഓൾറെഡി മറ്റേത് ക്യാൻസലായി. അങ്ങനെയാണ്. അങ്ങനെ 2 തവണ, രണ്ടാമത്തെ തവണയാണ് ഇപ്പൊ ഉള്ളത് അല്ലെ. 2ാം തവണ തിരിച്ചെടുക്കൊന്നും ചെയ്യാൻ തോന്നിയില്ല. ഈ സമയം കഴിഞ്ഞ് ഓളോള് വീട്ടിലേക്ക് പോയി, ഓനോന്റെ വീട്ടിലുമായി. എന്താക്കും? 6 മാസം കഴിഞ്ഞിട്ട് ഓന് തോന്നുക, വേണ്ട നമുക്ക് ഇനി നന്നാ. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നിക്കാഹിലൂടെ അവള് തിരിച്ചെടുക്കാം. നിക്കാഹിൽ നേരത്തെ പറഞ്ഞ വലിയ സാക്ഷികളൊക്കെ വേണം, നിക്കാഹും കഴിക്കണം, തിരിച്ചെടുക്കാം. അങ്ങനെ തിരിച്ചെടുത്തു. അപ്പൊ ആദ്യത്തത് യുദ്ധകാലത്തിനുള്ളിലായതുകൊണ്ട് നിക്കാഹൊന്നും ഇല്ലാണ്ട് തന്നെ തിരിച്ചെടുത്തു. 2ാമത്തത് ഈ ചങ്ങായി എന്തായി, യുദ്ധകാലം കഴിഞ്ഞതുകൊണ്ട് നിക്കാഹിലൂടെ തിരിച്ചെടുത്തു. പിന്നെ ഇതന്നെ. ഇനി ഓന്റെ വീട്ടിൽ യുദ്ധകാലവും ഇല്ല, തിരിച്ചെടുക്കലും ഇല്ല, ഒഴിവായാലന്നെ. അതാണ് ആ ത്വലാഖ് മറത്താൻ എന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കാവുന്ന ത്വലാഖ് 2 3 തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ തിരിച്ചെടുക്കലില്ല. പിന്നെ എന്തായി, അവർ തമ്മിലുള്ള ബന്ധം വേർപെട്ടു, അവർ തമ്മിൽ പിന്നെ ബന്ധമില്ല, അവർ തമ്മിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സംഗതി ഇല്ല. അല്ല, അത് പറയാം. പിന്നെ ഇവർ തമ്മിൽ ബന്ധം ഉണ്ടാവാൻ പറ്റുമോ? നിങ്ങൾ ഇസ്ലാമിന്റെ ഒരു സംഗതി ആലോചിച്ച്, പിന്നെ ഇവർ തമ്മിൽ ബന്ധം ഉണ്ടാവാൻ പറ്റുമോ? പറ്റും. എങ്ങനെ പറ്റും? വേറെ ഒരാൾ കല്യാണം കഴിക്കണം. വേറെ ഒരാൾ കല്യാണം കഴിച്ചിട്ട് പോയിക്കോ പറയാൻ പറ്റൂല. ആ കല്യാണം കഴിച്ച ആള് തലാഖല്ലാണെങ്കിൽ ഈ പറഞ്ഞൊക്കെ പാലിക്കണ്ടേ? നിങ്ങൾ ആലോചിച്ചു, ഈ അടുത്ത ഒരാൾ കല്യാണം കഴിച്ചാൽ അയാളും ഒഴിവാക്കുമ്പോൾ 1ാമത്തെ ഇദ്ദ അവിടെ പാലിക്കണ്ടേ? അതിന്റെ ഇടയിൽ ഓൽക്ക് വേറെന്താ തോന്നിയാലോ അത് ക്യാൻസലായില്ലേ? അപ്പോ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഇതൊരു കുട്ടിക്കളിയല്ല, ഇതൊരു തമാശ അല്ല. അറബികളെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയായിരുന്നു ചോദിച്ചാൽ
അവര് തലാക്കല്ലു. അപ്പൊ ഓളിങ്ങനെ ഇദ്ദരിന്നിട്ട് ആ സമയം കഴിയാനാകുമ്പോ തിരിച്ചു കൂട്ടി പിറ്റേന്ന് തന്നെ തലാക്കല്ലു. എന്ന് പറഞ്ഞാൽ ഇവളെ മുടക്കിയിടുക എന്ന് പറയുന്നൊരു സംഗതിയാണ്. ഇതിങ്ങനെ ആവർത്തിക്കുകയായിരുന്നു. പിന്നെ കൂട്ടിക്കൊണ്ടരും തലാക്കലും ഇങ്ങനെ. അത് ഇസ്ലാം എന്താക്കി, 2 തവണ, മാക്സിമം പോയ 2 തവണയെ ഇത് പറ്റുള്ളൂ എന്ന് നിലക്കാക്കി. അതാണ് തലാഖ് മറത്താൻ. ഇത് ഇവിടെ ഇങ്ങനെ മുടക്കിയിടാൻ പറ്റൂല. എന്നിട്ടും പറയണു ഇസ്ലാം പെണ്ണിന് കേട്ടാ, പെണ്ണിന് അനുകൂലല്ല, പെണ്ണിനെതിരാണ്. പെണ്ണിന് അനുകൂലമായി നിയമമൊക്കെ. ആൺകോയ്മയെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ഒന്നിനെ പിടിച്ച് തലാഖല്ലി തിരിച്ചെടുത്ത് തലാഖല്ലി, ഈ ജാതി പരിപാടി പറ്റൂല. മാക്സിമം പോയാൽ 2 തവണ തലാഖ് മറത്താൻ. പിന്നെ തലാഖില്ല, പിന്നെ ഓളങ്ങൾക്കുള്ളതല്ല, ഒഴിവായി. ഏതോ ഒരു മനുഷ്യന് അങ്ങനെയൊക്കെ സംഭവിച്ചു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ ഓളെ വേറെ ആള് കല്യാണം കഴിച്ചു. ആ കല്യാണം സ്വാഭാവികമായിരിക്കണം. അതിലും അറബികൾ ഒരു പണിയെടുത്തിരുന്നു, ചടങ്ങ് വിവാഹം. അത് നമ്മളെ നാട്ടിലും ഇല്ലേ പക്ഷെ നമ്മളെ നാട്ടിലും ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അതായത് ഓനോന്റെ ചെങ്ങായനോട് പോയി പറയും, എടാ ഞാനും അവളെ 3 ചെല്ലിപ്പോയി. അതന്നെ ഈ മുത്തലാഖാട്ടോ സംഭവിക്കാം. മുത്തലാഖിനെ കുറിച്ച് ഞാൻ പറയാം. ഞാൻ 3 ചെല്ലി ഒഴിവായി, എനിക്ക് അത് ശരിയായില്ല, ഇല്ലാണ്ട് നടക്കണില്ല. ഈ എൻ്റെ പൊരേല് മക്കളൊക്കെ ആകെ ഇതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടി. ഇനി തിരിച്ചെടുക്കണമെങ്കിൽ വേറെ ആൾക്കാര് ഈ ഒരു കാര്യം, ഈ ഓളെ കെട്ട്, എന്നിട്ട് മൊയ്യല്ലേ ഇങ്ങ് തന്നേക്കുന്ന. അപ്പൊ ഓനായിക്കോട്ടെ ഒക്കെ പറയും, കെട്ടിയിട്ട് പിന്നെ മൊയ്യലൂല. അപ്പൊ മോനെ പിന്നെ നടക്കുവാടാ, ഇന്നെ പറ്റിക്കല്ല, ഈ മൊല്ലി ഇങ്ങനെ പ്രശ്നം ഉണ്ടായതായിട്ട് കേട്ടിട്ടുണ്ട് ഞാൻ. ഏടാന്നൊന്നും പറയണ്ട. അങ്ങനെ പിന്നെ ചൊല്ലി ഒഴിവായി കൊടുക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അത് സിനയാണ്, വ്യഭിചാരമാണ്. അതായത് ചടങ്ങ് വിവാഹം വ്യഭിചാരമാണ്, വലിയ തെറ്റാണ്. കാരണം ഒരു പെണ്ണിനെ കെട്ടുമ്പോൾ ഒഴിവാക്കി തരാന്ന് ഉപാധി വെക്കാൻ പാടില്ല. ഇത് താൽക്കാലിക വിവാഹം എന്ന നിലയിൽ അറബികള് വേറെ ഒരു പണി ചെയ്യലുണ്ടായിരുന്നു. ഒരു യാത്രക്ക് പോണ ആൾക്കാരാണ് അറബികള്. യാത്ര പോലും ഇപ്പൊ സിറിയയിലേക്ക് യാത്ര പോകുമ്പോൾ ആടൊരു പെണ്ണിട്ടു, എത്ര ഒരാഴ്ച നാടെ ഉണ്ടായെങ്കിൽ ഒരാഴ്ചത്തേക്ക് കല്യാണം കഴിക്കും, എന്നിട്ട് പോലും പോരും, അതിന് മത്താവൊക്കെ കൊടുക്കും. മൊയ്യലിട്ട് പോരും, മത്താവ് കൊടുക്കും. അപ്പോ ഇങ്ങനെ ചില കേന്ദ്രങ്ങളിലൊക്കെ ഇതിനായിട്ടുള്ള പെണ്ണുങ്ങൾ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കല്യാണം, അപ്പോൾ പറയണത് നിയമപരമാണ്, കല്യാണമാണല്ലോ, വിചാരമല്ലല്ലോ, കല്യാണം കഴിക്കുകയാണ്. അപ്പോ തലാഖായിട്ട് പോകും, മത്താക്ക് കൊടുക്കും, തലാഖല്ലി പോകും. അപ്പൊ ഇവൾക്ക് മത്താവ് കിട്ടും, ആദ്യത്തെ മഹർ കിട്ടും. ഓളൊരു 3 മാസം എന്ത് ചെയ്താൽ മതി, ഇത് ഇരുന്നിട്ട് പിന്നെ അടുത്ത ആള് വരുമ്പോഴേ. അപ്പൊ ഇത് സത്യത്തിൽ ഇത് വ്യഭിചാരം, വേശ്യാവൃത്തിയാണ്. അപ്പൊ ഇത് പക്ഷെ ഓലെന്ത് ചെയ്യാ, നമ്മൾ ഈ പലിശ എന്നതിനെ എന്താക്കി, വാടക എന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചല്ലോ അല്ലെ. പലിശ കൊടുക്കൽ ഹറാമാണെന്ന് പറഞ്ഞപ്പോ നോട്ട് കൊണ്ട് തോണി ഉണ്ടാക്കിയിട്ട് വാടക കൊടുത്തു. 100 നോട്ട് കൊണ്ട് തോണി വാടക കൊടുക്കാലോ. അപ്പൊ തോണി വാടക കൊടുത്തു. ഞാൻ അത്ര ചെയ്തേ വാടക വാങ്ങി, 10 റുപ്യ വാടക, 100 റുപ്യന്റെ തോണിക്ക്. തിരിച്ച് അയാള് കൊടുക്കുമ്പോ തോണി ഉണ്ടാക്കി ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. അപ്പൊ വാടക. ഇത് ഹീലത്താണ്, കുതന്ത്രമാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഈ കുതന്ത്രം തലാഖ് വിഷയത്തിലും ഉണ്ടായിരുന്നു. അത് ഇസ്ലാം വിരോധിച്ചു. അപ്പൊ അതുകൊണ്ട് ചടങ്ങ് വിവാഹം പറ്റൂല, സ്വാഭാവികമായ വിവാഹം പറ്റും. അങ്ങനെ നബിയുടെ കാലത്തും ഉണ്ടായിട്ടുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു കാലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോ എങ്ങനെയാന്ന് വെച്ചാൽ, ഒരാൾ ത്വലാഖ് ചൊല്ലി വേറെ ആൾ വിവാഹം ചെയ്തു. അവര് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ പെണ്ണ് നബിനോട് വന്നിട്ട് അവലാതി പറഞ്ഞു. അവലാതിയൊക്കെ രസമാണ്, ഞാൻ ഇപ്പൊ ഇവിടെ പറയുന്നില്ല, ഹദീസുകളിൽ തന്നെ വന്നിട്ടുണ്ട്. എന്താണ് അവന്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. റസൂലുള്ളാഹി കേട്ടപ്പോൾ ചിരിച്ചുകൊണ്ടൊരു കാര്യം പറഞ്ഞത്. അപ്പോ എനിക്ക് എന്നിട്ട് ഇപ്പൊ മറ്റവനെ വേണോന്ന് വെച്ച് അപ്പൊ ഓളും ചിരിച്ചു. അപ്പൊ എന്നാ പിന്നെ ഇവനെ ഒഴിവാക്കിയതിന്റെ ശേഷം ഇദ്ദ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആലോചിക്കാം. കാരണം ഇദ്ദാ കാലത്ത് എന്ത് ചെയ്യാൻ പാടില്ല, വിവാഹാലോചന പാടില്ല. ഇരിക്കണവളെയും വിവാഹാലോചിക്കാൻ പാടില്ല. കാരണം എന്താ പറഞ്ഞാൽ അത് തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇനി ഒരാൾ ഒരു തലാഖ് ചൊല്ലി,
ഈ ശുദ്ധികാലം കഴിഞ്ഞു, ഓളോളെ വീട്ടിൽ പോയി, വേറെ ആർക്കെല്ലാം കഴിക്കാം. മനസ്സിലായോ? കാരണം പിടിച്ചു വെക്കലില്ല. ഇവൻ തിരിച്ചെടുക്കുന്നില്ലെങ്കിൽ വേറെ ആർക്ക് വിവാഹം കഴിക്കാം, ഇവന് തന്നെയും വിവാഹം കഴിക്കാം. രണ്ടാമത്തെ തലാക്ക്, ഇവൻ തിരിച്ചെടുക്കുന്നില്ല, വേറെ കല്യാണം കഴിക്കാം, ഇല്ലെങ്കിൽ ഇവൻ തന്നെ തിരിച്ചെടുക്കാം. മൂന്നാമത്തെ തലാക്ക്, ഇവൻ തിരിച്ചെടുക്കാൻ കഴിയൂല, അപ്പൊ ആ യുദ്ധകാലം കഴിഞ്ഞാൽ വേറെ ആൾക്ക് കല്യാണം കഴിക്കാം. എന്നിട്ട് അവര് ഒഴിവാക്കിയാൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇയാൾക്ക് തിരിച്ചെടുക്കുന്നതിന് വിരോധമല്ല. അതാണ് ഇവിടെ പറഞ്ഞത്, ഫലാ ജുനാഹ അലൈഹിമ അൻ തറാജ, അവര് എന്താക്കേണ്ടതില്ല, മടങ്ങുന്നതിന് രണ്ടുപേർക്കും കുറ്റമില്ല. ഏതാ? അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. രണ്ടാമത് കല്യാണം കഴിച്ചാൽ മരിച്ചു വിചാരിക്കാം, രണ്ടാമത് കല്യാണം കഴിച്ചാൽ മരിച്ചു, അപ്പൊ 4 മാസം 10 ദിവസം യുദ്ധരിക്കണം. അവിടെയാണ് 4 മാസം 10 ദിവസം. എന്നിട്ട് എന്ത് ചെയ്യാം, അപ്പൊ ആദ്യത്തെ ആൾക്ക് പാവം തോന്നി, ആ ഓള് രണ്ടാമത് കിട്ടിയ അയാൾ മരിച്ചുപോയി, ഓള് സ്വീപ്പാകാണ്, എന്നാ ഇജ്ജ് ഇങ്ങോട്ട് തന്നെ പോരി വള എന്ന് പറഞ്ഞ് നിക്കായ. അങ്ങനെയൊക്കെ ചെയ്യാം. നല്ല മനുഷ്യന്മാരങ്ങനൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തമ്മിൽ കേസും പ്രശ്നവും പിന്നെ കുറ്റം പറയലും നാട്ടിൽ മുഴുവൻ ദുഷിച്ചു പറയലും ഒന്നുമില്ലാതെ മാന്യമായി തന്നെ വീണ്ടും കണ്ടാൽ എപ്പോഴെങ്കിലും ഒന്ന് പുഞ്ചിരിക്കാൻ കഴിയും വിധം തലാക്കായിട്ടുള്ള ആൾക്കാരുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. ഇന്ന് നിക്കാഹ് നടക്കുന്നുണ്ട് എൻ്റെ ഒരു സുഹൃത്തിന്റെ, 2 മക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഇവന് രണ്ടാമത്തെ കല്യാണമല്ല, ഇവൻ രണ്ടാമത് കല്യാണം കഴിച്ചതില് ഉള്ള മോളെ കല്യാണമാണ് നിക്കാഹ്. അപ്പൊ ഇവനും ഇവന്റെ ആദ്യ ഭാര്യയും തമ്മിലുള്ള ജീവിതം കണ്ടാൽ ആർക്കും അസൂയ തോന്നും. അത്ര ഫ്രണ്ട്ലി ആണ് അവര്. നമ്മളെ വീട്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ എത്രത്തോളം ഊഷ്മള ബന്ധാണ്. അത് ജാടയൊന്നല്ല, അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവൾക്ക് പിന്നെ പിന്നെ ശാരീരിക ബന്ധത്തിൽ താല്പര്യമില്ല, അവൾക്ക് അതൊരു വെറുപ്പുള്ളൊരു സംഗതിയായി. എന്നാലും ഇവരൊന്നും തെറ്റിയിട്ടൊന്നുമില്ല, അവളെ നല്ല ആൾക്ക് തന്നെ. കുറെ കഴിഞ്ഞപ്പോൾ ഓള് പറഞ്ഞു, നിങ്ങൾ ഒരു കല്യാണം കഴിച്ചോളൂ വേറെ. അപ്പൊ ഇവന്റെ കൂട്ടുകാരോടൊക്കെ പറയും, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ, ഞാൻ ആകെ പ്രയാസത്തിലാണ്, എനിക്ക് ഓള് ഒഴിവാക്കുക എന്ന് പറയുന്നത് സഹിക്കാൻ കഴിയില്ല, അതേ സമയത്ത് ഇങ്ങനെയാണ്. അപ്പൊ കൂട്ടുകാരൊക്കെ സ്വാഭാവികമായിട്ടും പറഞ്ഞു, നിങ്ങൾ എന്നെ ഒഴിവാക്കണ്ടല്ലോ, വേറെ കല്യാണം കഴിച്ചാ പോരെ. അപ്പൊ ഓൻ ഓളോട് പറഞ്ഞു, ഞാൻ എന്നെ ഒഴിവാക്കണ്ടല്ലോ, വേറെ കല്യാണം കഴിച്ചാൽ മതി. ഓള് പറഞ്ഞു, ഞാൻ ഉണ്ടായിരിക്കെ നിങ്ങൾക്ക് വേറൊരാളുമായിട്ട് അങ്ങനെ ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒഴിവാക്കിക്കോ, എന്നിട്ട് എന്നെ കെട്ടും. അപ്പൊ നമ്മളെ മക്കളൊക്കെ അല്ലേ, നമ്മൾ ഒന്നിച്ച് കയ്യിലല്ലേ എപ്പോഴും നല്ലത്, ആ മക്കളും ഒക്കെ ആയിട്ടുള്ള ബന്ധം നിലക്കാൻ നല്ലത്. അങ്ങനെ ദീർഘകാലത്തെ സംഭാഷണമാണ് അതൊക്കെ. അപ്പോൾ ഓള് പറഞ്ഞു, അത് വേണ്ട. പിന്നെ വേറെ ഒരു സംഗതി ഉണ്ട്, നിങ്ങൾക്ക് വേറൊരു ഭാര്യയും ഞാനും കൂടി, അത് എനിക്കിട്ട് അങ്ങനെയും ശരിയാവണില്ല ചിന്തിച്ചിട്ട് എന്നെ ഒഴിവാക്കിയത്. അവസാനം അതിനവൻ വഴങ്ങി, അവൻ എന്ത് ചെയ്തു, ഇവളെ ഒഴിവാക്കി, എന്നിട്ട് വേറെ കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ച പെണ്ണിൽ മുതിർന്ന 2 കുട്ടികളുണ്ടായിരുന്നു, അതിലൊന്നിന്റെ കല്യാണമാണ്. പക്ഷേ ഈ ഒഴിവാക്കപ്പെട്ട പെണ്ണുമായിട്ട് ഇവന് ഇപ്പോഴും നല്ല സുഹൃത്താണ്. തൊടാൻ പറ്റില്ല, ഒറ്റക്കാവാൻ പറ്റില്ല, തനിച്ചാവാൻ പറ്റില്ല, ഒന്നും പറ്റില്ല, വേറെ അന്യ സ്ത്രീയാണ്. പക്ഷെ അന്യ സ്ത്രീകളെ ആൾക്കാരെ മക്കളെല്ലാം കുളിക്കൂലേ, ആ ഒരു ബന്ധത്തിൽ. അത് ആലോചിച്ചിട്ട് എത്രയായിട്ട് ഒരു പിടുത്തം കിട്ടില്ല എങ്ങനെ ആള് തീർന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആണ്. അപ്പോ ഇങ്ങനൊക്കെ ഉണ്ടാവുമല്ലോ ദുനിയാവിൽ പല സംഭവങ്ങളും. അപ്പൊ ആ സമയത്ത് വേറൊരാൾ ഇവളെ വിവാഹം ചെയ്തു, അയാൾ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ ആ ബന്ധം ശരിയാവോ ഒഴിവാക്കുകയൊക്കെ ചെയ്താൽ എന്ത് ചെയ്യാം, ഞമ്മക്ക് തന്നെ ഒന്നിച്ച് ജീവിക്കാം എന്നിവർക്ക് തീരുമാനിച്ചാൽ കല്യാണം കഴിക്കുന്നതിന് പ്രശ്നമല്ല. ഇനി മുത്തലാഖ്, അതിനെ കുറിച്ച് കൂടി ഒരു വാക്ക് പറയാം. ഈ 3 തവണയായിട്ട് ചൊല്ലി തീർക്കേണ്ടുന്ന കാര്യത്തെ ചില മനുഷ്യന്മാര് 1 ചൊല്ലി 2 ചൊല്ലി 3 ചൊല്ലി എന്നൊക്കെ അങ്ങോട്ട് പറയും. ഇതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പണ്ഡിത ലോകത്തുണ്ട്. ഒരേ സമയത്ത് നിങ്ങൾ 10,000 വട്ടം ചൊല്ലിയാലും അത് ഒന്നേ ആവുള്ളൂ എന്നതാണ് പ്രബലമായ അഭിപ്രായം. നിങ്ങൾ
ഒന്നും ചൊല്ലി, രണ്ടും ചൊല്ലി, മൂന്നും ചൊല്ലി എന്ന് പറഞ്ഞാലും ചൊല്ലണം ഒന്ന് തന്നെയാണ്. ഈ 1, 2, 3 എന്ന് പറയുന്നേ ഉള്ളൂ. അത് ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അത് ഒന്നായിട്ടേ പരിഗണിക്കുള്ളൂ എന്നതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. അങ്ങനെ അല്ലാത്തത് പക്ഷെ ആളുകൾ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഈ പ്രവണത വർദ്ധിച്ചു വന്നപ്പോ ഉമർ പറഞ്ഞു, ഇനി നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ 3 ചൊല്ലിയാ 3ആയിട്ടാ പരിഗണിക്കാന്ന്. അതൊരു രാജ്യത്ത് എന്ത് ചെയ്തതാണ്? ഉമർ റളിയല്ലാഹു അൻഹു ഒരു നടപടി കർശനമാക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടാക്കിയ ഒരു നിയമമായിരുന്നു. അത് ആൾക്കാര് ഇതിനൊരു വില കൽപ്പിക്കുന്നില്ല. 3 ചൊല്ലു, എന്നിട്ട് ഓല് പറയും 1 ആവൂ എന്ന് പറയാൻ തുടങ്ങി. 3 ചൊല്ലുക, എന്നിട്ട് 1 ആവൂ എന്ന് പറയാം. ഉമർ പറഞ്ഞു, ഇനിമേൽ നിങ്ങൾ 3 ചൊല്ലുക, 3 തന്നെ ആവും. അപ്പൊ അതുകൊണ്ട് ആ പണിക്ക് നിൽക്കരുത് എന്നുള്ളതാണ്. അതൊരു ഭരണാധികാരി അങ്ങനെ തീരുമാനിച്ചാൽ വേറൊരു ഭരണാധികാരിക്ക് നേരെ തിരിച്ചും തീരുമാനിക്കാവുന്നതാണ്. അതിന് പ്രശ്നമൊന്നുമില്ല. ഇസ്ലാമിക ശരീഅത്തിൽ മറ്റേതിനാണ് പ്രമാണം. അപ്പൊ അതുകൊണ്ട് മുത്തലാഖ് എന്ന് പറയുന്ന ഒരു സാധനം ശറഇൽ ഗുണകരമായ ഒരു കാര്യമല്ല, ചൊല്ലാൻ പാടില്ലാത്തതാണ്. അത് നരേന്ദ്രമോദി വന്നിട്ട് നിരോധിക്കേണ്ട വിഷയമൊന്നുമില്ലേ. മുത്തലാഖ് നമുക്ക് തന്നെ പറ്റാത്തൊരു കാര്യം. കേന്ദ്ര നിയമത്തിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ വിശ്വാസി സമൂഹത്തിനും അവരുടെ പേഴ്സണൽ ലോ തീരുമാനിക്കാൻ സ്വതന്ത്രാധികാരം കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഇടപെടേണ്ടതെന്നാണ്. നിയമമൊക്കെയാണ്. മുത്തലാഖ് വേണ്ടെന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മുത്തലാഖ് നിരോധിക്കണം. പക്ഷേ മുത്തലാഖ് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾ ഇടപെടാൻ പാടില്ല. കാരണം അത് നമ്മുടെ പേഴ്സണൽ ലോയിൽ ഇടപെടലാണ്. അത് ഭരണഘടനാ വിരുദ്ധമാണ്. അതെ, നമ്മൾ ഒരു പക്ഷെ നമ്മൾ നമ്മൾ സ്വന്തം എന്ത് ചെയ്തോളേനും, നമ്മൾ തന്നെ നമുക്കുള്ള ശിക്ഷ നമ്മൾ സ്വീകരിച്ചോളായിരുന്നു. പക്ഷെ ഇവര് ഇത് ചെയ്തപ്പോൾ എന്താ പ്രശ്നം സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒരു മതവിഭാഗത്തിനും മുത്തലാഖ് ക്രിമിനൽ കുറ്റമല്ല. ശരിക്കും ഇത് സിവിൽ നയമാണല്ലോ. അതെ, ക്രിമിനൽ കുറ്റമാക്കി. ഈ ക്രിമിനൽ കുറ്റമാക്കിയത് ഒരു സമുദായത്തിന് മാത്രം. യഥാർത്ഥത്തില് ഇന്ത്യ മതേതര രാജ്യമാണ്. ഇവിടെ നിങ്ങളെ പേഴ്സണൽ ലോ വെച്ചിട്ട് പെണ്ണിനെ ശിക്ഷിക്കരുത്, പീഡിപ്പിക്കരുത് എന്നാണെങ്കിൽ മുസ്ലിം പെണ്ണിനെ മാത്രം മോചിപ്പിച്ചാൽ മതിയോ? ഇസ്ലാമിക ശരീഅത്തിലല്ലേ ഈ 3 എന്നുള്ള ഓപ്ഷൻ തന്നെ ഉള്ളൂ. അല്ലാത്തതിൽ അതില്ലല്ലോ. മറ്റുള്ളവർക്ക് വിവാഹമോചനം തന്നെ ഇല്ല. അല്ല, അങ്ങനെ വിചാരിക്കായിരുന്നു നമുക്ക്. അതിന് കുഴപ്പമില്ല. 2 പോയിന്റാണ് മുസ്ലിം സംഘടനകൾ ഉയർത്തുന്നത്. അതിൽ ഒരു പോയിന്റാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓരോ വിഭാഗത്തിന്റെയും പേഴ്സണൽ ലോ ഓരോരുത്തർക്കുള്ളതാണ്. രണ്ടാമത്തതാണ് മാഷ് പറഞ്ഞത്, അനന്തരാവകാശം, വിവാഹം, വിവാഹമോചനം, ഇതൊക്കെ സിവിൽ കാര്യങ്ങളാണ്. അതിനെ എന്ത് ചെയ്തു? ക്രിമിനൽ കുറ്റമായിട്ട്. എന്നിട്ട് ഇപ്പൊ ഇതൊക്കെ പോട്ടെ, ഈ നിയമം കൊണ്ട് ലോകത്തെ ഏതെങ്കിലും ഒരു പെണ്ണ് രക്ഷപ്പെടുവോ? ഒരു പെണ്ണും രക്ഷപ്പെടാൻ പോണില്ല. ഒരു പെണ്ണും രക്ഷപ്പെടും. ഇന്ന തീയതി 22/12/2024 ഒരു വിവാഹമോചനം മധ്യസ്ഥന്മാര് കൂടി തീരുമാനിക്കണമെങ്കിൽ നോട്ടറി പബ്ലിക്കിന്റെ അടുത്ത് പോയിട്ട് ഇതിന്റെ 3ന്റെ മുമ്പ്, ഇതിന്റെ 1 ഇങ്ങനെ 3 എണ്ണത്തിന് ഡേറ്റ് അങ്ങിടും, എഗ്രിമെന്റ് ഒപ്പിടും, കലാസ്. ഇത്രേ ഉള്ളൂ. 2ാം തലാഖ്, മറ്റേ 3. ഇതിൽ ഏത് പെണ്ണ രക്ഷപ്പെടുക? ഒരു പെണ്ണ രക്ഷപ്പെടുക. ഇതിലാകെ ചെയ്യാൻ പറ്റുക, ഇത് ആരോപിച്ച് ചിലരെ പിടിച്ചോണ്ടാൻ പറ്റും. ഇപ്പൊ മുത്തലാഖ് ചെല്ലിയെന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നടപടി എടുക്കാൻ പറ്റും. അങ്ങനെ കുറച്ചാളെ അതെ അതെ, നിക്കാഹിനും പള്ളി കമ്മിറ്റി വേണ്ടല്ലോ. നിക്കാഹും എന്താക്കിയിട്ടുണ്ട്? നിക്കാഹും പള്ളി കമ്മിറ്റി വേണ്ടല്ലോ. ചെയ്തില്ലേ? അതും ആദ്യം എടുത്തു കളഞ്ഞിട്ടുണ്ട്. പള്ളി കമ്മിറ്റിന്റെ കടലാസേ വേണ്ടപ്പോ വേണ്ട. പള്ളി കമ്മിറ്റിന്റെ അടുത്ത് പോയി പള്ളി രജിസ്റ്റർ വഴിയാണ് നിക്കാഹ് ചെയ്തതെങ്കിൽ വേണം, അല്ലെങ്കിൽ വേണ്ട.
അതായത് അതിനെ മറികടക്കാൻ ഇപ്പോൾ നിയമസാധുതയുണ്ട്. ഉണ്ട് അതായത് ഒരാൾക്ക് മഹലിനെയും ഇസ്ലാമിക നേതൃത്വത്തെയും അംഗീകരിക്കണം എന്ന് തോന്നുകയാണെങ്കിലല്ലേ, ഒരാൾക്ക് ഇസ്ലാമിക നേതൃത്വത്തെ അംഗീകരിക്കണം എന്ന് തോന്നുകയാണെങ്കിലാണല്ലോ നമ്മൾ സമീപിക്കുക. ഞാനൊക്കെ ഖുത്ബ നടത്താൻ വരിക, നിങ്ങളെ രജിസ്റ്ററിൽ എഴുതി വെക്കുക. ഒരാൾ ഇത് അംഗീകരിക്കുന്നില്ല, അയാൾക്ക് ഇസ്ലാമിക നിയമപ്രകാരം തന്നെ വേണമെന്നെന്താ അയാൾക്ക് നിർബന്ധോ? അയാൾക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം അയാൾക്ക് കല്യാണം കഴിക്കാം, രജിസ്റ്റർ ചെയ്യാം, അയാൾക്ക് അനന്തര സ്വത്ത് കിട്ടും. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിച്ച ഒരാൾക്ക് ബാക്കി ആനുകൂല്യങ്ങളൊന്നും നിഷേധിക്കപ്പെടുന്നില്ല. ശുക്ർ ചെയ്ത് അങ്ങനെ പല ആൾക്കാരും. ഇപ്പൊ വേറൊരാളും കൂടി പോയിട്ട് 65-ാമത്തെ വയസ്സ് പിന്നെ കല്യാണം കഴിച്ചു, അതൊക്കെ അതിൽ പെട്ടതാ. അപ്പൊ നിയമങ്ങളെ ലംഘിക്കാൻ ആവശ്യമായ എല്ലാ പഴുതുകളും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളീ പറയുന്നതൊക്കെ ആർക്ക് ബാധകാന്ന് വെച്ചാൽ നിയമം അംഗീകരിക്കാനും പരലോകം ഉണ്ടെന്നും വിചാരിക്കുന്നവർക്കുള്ളതാണ്. ഈ തിരിച്ചെടുക്കാനുള്ള സാധ്യതയെ റദ്ദ് ചെയ്യാന്നുള്ള നിലക്കാണ്. അല്ല, ഒരു തലാഖോട് കൂടി സംഗതി തീരുന്നില്ല, തിരിച്ചെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ആ ഓപ്ഷൻ മുത്തലാഖ് എന്ന് പറയുന്ന സംഗതി ഉള്ളതാണെങ്കിൽ ആ ഓപ്ഷൻ ഉണ്ടാവില്ലല്ലോ. മതി. മുത്തലാഖ് എന്തുകൊണ്ടാ പ്രശ്നം? ഇല്ല, അതല്ലേ നമ്മൾ പറയുന്നത്. ഈ തിരിച്ചെടുക്കാനുള്ള സാധ്യതയെ തിരിച്ചെടുക്കാനുള്ള സാധ്യതയെ റദ്ദ് ചെയ്യുക എന്ന് പറയുന്നതാണ് മുത്തലാഖിൽ സംഭവിക്കുന്നത്. അത്രേ ഉള്ളൂ. പക്ഷെ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ആകെപ്പാടെ പ്രശ്നം അതാണെന്നത് ഞങ്ങൾ പരിഹരിച്ചു. അതൊരു പൊളിറ്റിക്കൽ സാധനമാണ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ സമുദായങ്ങളുടെയും അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും നമ്മുടെ ഗവൺമെന്റ് ഇടപെടാൻ തുടങ്ങിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഈ ഇടപെടലുകളുടെ ഒക്കെ അതിരാര് നിശ്ചയിക്കും? ഒരു പ്രശ്നമല്ലേ? ശരി, ആവട്ടെ, നമുക്ക് വേറെ ഒരു ഡിബേറ്റ് വെക്കാം ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ. ആ വിഷയത്തിൽ നമുക്ക് വേറെയും ചിലതൊക്കെ പറയാം. അതായത് തലാഖുമായിട്ട് ബന്ധപ്പെട്ട വേറെ ചില സംഗതികളും ഇദ്ദയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നെ കുറച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയും ഒക്കെ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇപ്പത് മതി അല്ലേ? മുമ്പേരാവുകയും ചെയ്തില്ലേ? ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഉപകാരപ്രദമായ വിജ്ഞാനത്തെ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله رب العالمين.